ഹൈ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ അത് പരിചയപ്പെട്ടു. അതായത് ഡു ഡസ് ഡിഡ് അത് നമ്മൾ പരിചയപ്പെട്ടു. ഓക്കെ, നമ്മൾ ഇന്ന് തുടങ്ങുന്നത് ദ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, അല്ലെങ്കിൽ പ്രസൻറ്റ് സിമ്പിൾ എന്നും പറയും. രണ്ട് തരത്തിലും പറയാം, പക്ഷേ സംഭവം സിമ്പിളാണ്. അതാണ് സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഫോംസ് എന്ന് പറഞ്ഞാൽ ഒരു വെർബിന് രണ്ട് ഫോമേ ഉള്ളൂ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ പറയുന്നത് കേട്ടോ. അത് ഒന്നാമത്തത് ആ വെർബ് അതുപടി ഒന്നും ചേർക്കണ്ട. അതായത് ഇപ്പോൾ ഈറ്റ്, ടേക്ക്, ലുക്ക്, ഗോ, വർക്ക്, റൺ, ജംപ്, വാക്ക്, ടോക്ക്, ടീച്ച്, ഇതെല്ലാം സിമ്പിൾ പ്രസൻറ്റാണ്. വേറൊരു ഫോമുണ്ട്, അതാണ് ഇതിൻ്റെ അവസാനം എസ് ചേർക്കുന്നൊരു ഫോമുണ്ട്. ഇപ്പം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കാണാമല്ലോ. ഫോം വിത്തൗട്ട് എസ് ആൻഡ് വിത്ത് എസ്. ഈ വിത്ത് എസ് എന്നുള്ളത് ശരിക്കും ഒരു പാടുപിടിച്ച കാര്യം. പലർക്കും, എല്ലാവർക്കും ഒന്നും അല്ല, സിമ്പിൾ സംഗതി സിമ്പിളാണ്. അതായത് ആ എസ് മറന്നു പോകും, എഴുതാൻ മറന്നു പോകും. മനസ്സിലായോ? അത് എപ്പോഴാണ് എസ് ചേർക്കുന്നതാണ്. എസ് ചേർക്കുന്നത് സബ്ജക്റ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ, ശ്രദ്ധിക്കണം, സബ്ജക്റ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ എന്താണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വെർബിൻ്റെ അവസാനം ഒരു എസ് ചേർക്കണം. അത്രേ ഉള്ളൂ, സിമ്പിൾ. പക്ഷെ അത് പലരും മറന്നു പോകും. അങ്ങനെ മറന്നു പോകരുത്, മനസ്സിലായോ? ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ അതാണ് അതിനകത്തെ കാര്യം, വിത്ത് എസ് ആൻഡ് വിത്തൗട്ട് എസ്. ഓക്കെ, അത് നമുക്ക് ഫോം എടുത്തുകഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത്, നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്നാണ്, ഡിസ്ട്രിബ്യൂഷൻ. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ എപ്പോഴും പറയുന്നത് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നത്. മലയാളത്തിൽ അതിൻ്റെ അർത്ഥം വിതരണം എന്നാണ്. ഈ രണ്ടെണ്ണം ഉള്ളപ്പം അവിടെ വിതരണം ചെയ്യുന്നത് ആർക്കൊക്കെയാണ് വിതരണം ചെയ്യുന്നത്? 6 പേർക്കാണ്. only 6. കാരണം എന്നാ, 6 തരത്തിൽ ഇംഗ്ലീഷിൽ വാക്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ഒരു ഇംഗ്ലീഷിലൊരു വാക്യം എഴുതണമെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന ഏതെങ്കിലും ഒരെണ്ണം വെച്ചേ തുടങ്ങാൻ പറ്റുള്ളൂ. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐ, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ വി, സെക്കൻഡ് പേഴ്സൺ സിംഗുലർ യു, തേർഡ് പേഴ്സൺ സിംഗുലർ യു, സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ യു, തേർഡ് പേഴ്സൺ സിംഗുലർ ഹി, ഷീ, ഇറ്റ്. അതറിയാലോ. ഹി നമ്മൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഹി പുല്ലിംഗം, ഷീ സ്ത്രീലിംഗം, ആൻഡ് ഇറ്റ് നപുംസകം, ന്യൂട്രൽ. മാസ്കുലിൻ, ഫെമിനിൻ, ന്യൂട്രൽ എന്നല്ലേ നമ്മൾ. അപ്പോൾ അതിന് പകരം നിൽക്കുന്നതാണ്, അതായത് ബോയ്, ഗേൾ, ക്യാറ്റ്, ഡോഗ്, ട്രീ, ഇതിനെല്ലാം പകരം നിൽക്കുന്ന വാക്കുകളാണ് പ്രോനൗൺസാണ്. പ്രോനൗൺ നമ്മൾ അതൊക്കെ പരിചയപ്പെട്ടതാണ്, നേരത്തെ ഒരു പരിചയമൊക്കെയുണ്ടല്ലേ. അത് ഹി. വേറെയുള്ള എല്ലാ സ്ഥലത്തും എസ് വേണ്ട വെർബിന്. ഈ ഒരൊറ്റ സ്ഥലത്ത് മാത്രം എസ് മതി. അതാണ് എവിടെ എഴുതിക്കുന്നുണ്ട്, ഇത് കണ്ടു. In the simple present, the verb takes s at the end when the subject is third person singular. ഇതാണ് ആകെ കൂടിയുള്ളൊരു പോയിന്റ്. എവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ. പ്രസൻറ്റ് സിമ്പിൾ അല്ലെങ്കിൽ ദ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അതുകൊണ്ട് ടേക്ക്, ടേക്സ്, look, looks, go, goes, work, works, run, runs, jump, jumps, walk, walks, talk, talks, teach, teaches. ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ക്രിയകൾക്ക് എത്ര ഫോമുണ്ട്? 2. എത്ര രൂപം? ഫോം മീൻസ് രൂപം. ഇതാണ് ഷേപ്പ്, രൂപം എന്നൊക്കെ പറയും. എത്ര? 2 ആണ്. ഒന്ന് എസ് ഉള്ളത്, മറ്റേ എസ് ഇല്ലാത്തത്. എസ് ഉള്ളത് ഉപയോഗിക്കുന്ന ഒറ്റ സ്ഥലത്തില്ല. എവിടെയാണ്? തേർഡ് പേഴ്സൺ സിംഗുലർ. അതായത് ഹി, ഷീ, ഇറ്റ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിംഗുലർ നാമങ്ങൾ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് തേർഡ് പേഴ്സൺ കണ്ടുപിടിക്കാൻ ഒരു പാടില്ല. ഞാൻ, ഞങ്ങൾ, നീ, നിങ്ങൾ, ഇതല്ലാത്ത എല്ലാം തേർഡ് പേഴ്സൺ. ഞാൻ, ഞങ്ങൾ, നീ, നിങ്ങൾ,
അത്രേ ഉള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ തേർഡ് പേഴ്സൺ. അത് സിംഗുലറായിട്ട് വരും, പ്ലൂറലായിട്ട് വരും, അത്രേ ഉള്ളൂ. അത് മാസ്കുലിൻ വരും, ഫെമിനിൻ വരും, ന്യൂട്രൽ. മാസ്കുലിൻ ഇപ്പം മാൻ ആണെങ്കിൽ ഹി, വുമൺ ആണെങ്കിൽ ഷീ, ക്യാറ്റ് ആണെങ്കിൽ ഇറ്റ്, സിംഗുലർ. പ്ലൂറൽ ആ പ്രശ്നമില്ല, എല്ലാം ദൈ, അത്രേ ഉള്ളൂ. ക്ലിയറായില്ലേ? അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ടേബിൾ കണ്ടു, സിംഗുലർ പ്ലൂറൽ. അത് ഈ സൈഡിൽ എഴുതിയിരിക്കുന്നുണ്ട്, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ. സെക്കൻഡ് പേഴ്സൺ സിംഗുലർ, സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ. തേർഡ് പേഴ്സൺ സിംഗുലർ, തേർഡ് പേഴ്സൺ പ്ലൂറൽ. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. ഞാനത് കംപ്ലീറ്റ് ചെയ്യാത്തതെന്നാന്ന് വെച്ചാൽ ബോർഡ് ചെറുതായിട്ടുണ്ട്. ഈ ടാപ്പിൾ എന്നൊക്കെ എഴുതാം, നമുക്ക് എന്ത് വേണം എഴുതാം. നിങ്ങൾ എന്താണ് ഭക്ഷിക്കാൻ അത് എഴുതാം. റൈസാണ് റൈസ്, ബ്രെഡാണ് ബ്രെഡ്, ദോശയാണ് ദോശ. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ദോശായി എന്നൊന്ന് പറയാം. നമ്മളുപോലെ ഇപ്പം കഞ്ഞി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ എന്നാ പറയുക, എങ്ങനെയാണ് പറയുന്നത്? കഞ്ചി. അത് എന്ന് പറയുന്ന പോലെ ചെറുതായിട്ടൊന്നും ദോശ എന്ന് പറയണ്ട, ദോശായി. ഇഡ്ഡലിനെ ഇഡ്ഡലായി എന്ന് വെക്കണ്ട, ഇഡ്ഡലി തന്നെ ഇഡ്ഡലായി അങ്ങനെ പറയണ്ട, ഇഡ്ഡലി. അപ്പോൾ നിങ്ങൾ എന്താണ് ടപ്പിയൊക്കെയാണ്? ടപ്പിയൊക്കെ കപ്പ. റൈസാണ് റൈസ്. എന്താണ് നിങ്ങൾ പൂരിപ്പിച്ചു? ഇത് പൂരിപ്പിക്കാതിരിക്കുന്ന സ്ഥലമില്ലാത്തത്. മനസ്സിലായി? നമ്മുടെ മെയിൻ പോയിന്റ് എന്താ? പോയിന്റ് ഇത്രേ ഉള്ളൂ. തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു സെൻറ്റൻസ് തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റ് കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ടെൻസ് എങ്കിൽ, രണ്ട് കണ്ടീഷനാണ്. എങ്കിൽ വെർബിൻ്റെ അവസാനം എസ് ചേർത്തിരിക്കണം. അത്രേ ഉള്ളൂ. അതാണ് ഇന്നത്തെ മെയിൻ പോയിന്റ്. പക്ഷെ ഇതൊരു വലിയ പോയിൻ്റാണ് കേട്ടോ. നമ്മളത് ശരിക്കും അത് ഓർക്കണം, അത് എഴുതണം. പലരും ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്. ഹീ ടേക്ക്, യു ടേക്ക്, ഐ ടേക്ക്. വലിയ ഇതൊക്കെ നല്ലപോലെ അറിയാവുന്ന ആൾക്കാർ അറിയാതെ പറയുമേ ഐ ടേക്ക്. സോറി, ഐ ടേക്ക് അല്ല, ഹീ ടേക്ക്. ഐ ടേക്ക് ശരിയാ, ഹീ ടേക്ക് എന്ന് പറയും. അല്ല ഷീ ടേക്ക്, അല്ല ഷീ റൺ, ഹീ റൺ. അതുപോലെ തന്നെ വാട്ട് ഇസ് മൈ പെറ്റ് ഡോഗ് റൺ എന്ന് പറയും. തേർഡ് പേഴ്സൺ സിംഗുലറല്ലേ മൈ പെറ്റ് ഡോഗ് എന്ന് പറയും. ഞാനും നീ വരില്ലല്ലോ. മൈ ഫാദർ ഗെറ്റപ്പ്. തെറ്റല്ലേ? അതൊരു തെറ്റ് തന്നെയാണ്. ആണ്. ഇപ്പം നിങ്ങളിപ്പം മൈ ഫാദർ ഗെറ്റപ്പ് ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും. അതല്ലല്ലോ ക്വസ്റ്റ്യൻ. നമ്മളൊരു കാര്യം പഠിക്കുമ്പം നമ്മളത് നന്നായിട്ട് പഠിക്കണം. അതല്ലേ എൻ്റെ കാര്യം. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ പ്രശ്നം നമ്മൾ തീരുവാണ്. ഓക്കെ, ബൈ.